കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ പ്രസാദം, ദ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ എന്നുള്ളതാണ് നമ്മുടെ പുതുവർഷ ചിന്ത. ഇത് കർത്താവിന്റെ പ്രസാദ വർഷം. ദൈവപ്രസാദം എന്നുള്ളതിന് നാം പ്രീതി, വാത്സല്യം, അനുകമ്പ, ആദരവ്, അംഗീകാരം, കടാക്ഷം, കരുണ, കൃപ എന്നുള്ള വാക്ക് അതിനോടനുബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കി. ഞാൻ ദൈവദിനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ചില ഉദാഹരണങ്ങൾ, ദൈവപ്രസാദം തോന്നിയ ചില വ്യക്തിത്വങ്ങൾ, ഈ ചിന്ത നാം പഠിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളോടുള്ള ബന്ധത്തിൽ തുടരുക തന്നെ ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ എസ്തേർ എന്ന് പറയുന്ന ഒരു അടിമ പെൺകുട്ടി, അവളുടെ മാതാപിതാക്കൾ മരിച്ചു. ചിറ്റപ്പൻ വളർത്തുന്നു. മൊർദെഖായിയുടെ ആശ്രയത്തിൽ കഴിയുന്ന ഒരു കുട്ടി. ഇവിടെ ഭാവി എന്തായി തീരുമെന്നോ നാളെ ആരായി തീരുമെന്നോ ഒന്നും നമുക്ക് ഒരു പരിധിക്കപ്പുറത്ത് ഒരു ആകാംക്ഷയും ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രസാദം അവളുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രീതി അവളിൽ ഉണ്ടായിരുന്നു. നിശ്ചയമായും മൊർദെഖായിലൂടെ, ഹേഗായിലൂടെ, പിന്നത്തേതിൽ അഹശ്വേരോശ് രാജാവിലൂടെ അത് വെളിപ്പെട്ടു വന്നു. അതിനെല്ലാം കാരണമായി തീർന്നത് ദൈവകൃപയൊന്നു മാത്രമാണ്. താഴ്ചയിൽ നിന്ന് അവൾ ഉയർത്തപ്പെട്ടു. അടിമത്തത്തിൽ നിന്ന് അവൾ രാജ്ഞിപദത്തിലേക്ക് എത്തി. പേർഷ്യൻ രാജാവിരുന്ന അഹശ്വേരോശ് രാജാവിന്റെ പട്ടമഹർഷിയായി തീരുവാനുള്ള ഭാഗ്യപദവി എസ്തേറിന് ലഭിച്ചു. എസ്തേർ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യത്തിലൊക്കെ നാം ഇങ്ങനെ വായിക്കുന്നു: എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. 17-ാമത്തെ വാക്യം: രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തുക്ക് പകരം രാജ്ഞിയാക്കി മാറ്റി. ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്ത് കടന്നു വരുവാൻ ദൈവം അവളെ യോഗ്യതയുള്ളവളാക്കി. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഉന്നതമായതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഏതുമില്ലാത്തത് തെരഞ്ഞെടുക്കും. ഇത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. രൂത്തിന്റെ പുസ്തകം പഠിച്ചാൽ നിങ്ങൾക്കറിയാം, മോവാബ് ദേശത്തുനിന്ന് ഒരു സഹോദരി ബേഥലേമിലേക്ക് നടന്നു നീങ്ങുകയാണ്. പക്ഷെ അവൾ നടന്നു നീങ്ങുന്നത് മഹത്വത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, കൊയ്ത്തിലേക്ക്, ഒരു വലിയ വിജയത്തിലേക്ക് പതുക്കെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങുകയാണ്. ഇന്നലകളുടെ വേദനകളെ മറക്കുമാറാക്കുന്ന ഒരു സന്തോഷം ദൈവം രൂത്തിന്റെ ജീവിതത്തിൽ നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഓർപ്പയെ പോലെ സ്വന്തം ദേശത്തേക്കും ചർച്ചക്കാരുടെ നടുവിലേക്കും ഓർപ്പയുടെ പഴയകാല ജീവിതവും, അവർക്ക് അവിടെ ആരാധനയും ദേവനും ഇനിയും ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഓർപ്പയ്ക്കുണ്ട്. അവൾ മടങ്ങിപ്പോയി. ഓർപ്പയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് നിങ്ങൾ ഓർത്തത്. പക്ഷെ രൂത്ത് യേശുക്രിസ്തുവിന്റെ മുതുമുത്തച്ഛിയായി മാറുവാൻ ഒരവസരം ലഭിച്ചു. ഒരർഹതയുമില്ല. കണ്ടത് മൊത്തവും തകർച്ചയും വേദനകളും ദുഃഖവും വേർപാടുകളും മരണങ്ങളും മാത്രമാണ് കണ്ടത്. പക്ഷെ എത്തിച്ചേർന്നത് നന്മയിലേക്കാണ്, നിറവിലേക്കാണ്, കൊയ്ത്തിലേക്കാണ്, സന്തോഷത്തിലേക്കാണ്, യജമാനത്തിയുടെ റോളിലേക്കാണ്, അധികാരത്തിലേക്കാണ്, അവകാശത്തിലേക്കാണ്, ഉടമസ്ഥാവകാശത്തിലേക്കാണ്. പ്രിയരെ, നാം രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിലെത്തി. ധാരാളം പദങ്ങൾ രൂത്തിന്റെ പുസ്തകത്തിൽ മാത്രം നമ്മെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ കാണുവാൻ കഴിയും. ഇന്നലത്തെ കഷ്ടങ്ങളെ മറക്കുമാറാക്കുന്ന സന്തോഷങ്ങൾ ദൈവം അവൾക്ക് നൽകി. രൂത്ത് തന്നെ ചോദിക്കുന്നു, എന്നോട് ഇത്രയും ദയ തോന്നുവാൻ, എന്നെ ഇത്രയും ആദരിക്കുവാൻ, എന്നോട് ഇത്രയും ആദരവ് തോന്നുവാൻ. അമ്മായിമ്മ പോലും ചോദിക്കുകയാണ്, നിന്നോട് കരുണ കാണിച്ചവൻ ആരാണ്? പ്രിയമുള്ളവരെ, ഇതാണ് നാം വിശുദ്ധ തിരുവഴുത്തിൽ കാണുന്ന ദൈവപ്രവർത്തികൾ. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ മരിച്ചു കുഴിച്ചിട്ടു, മരിച്ചു കുഴിച്ചിട്ടു എന്ന് ആരംഭിക്കുന്നു. പക്ഷെ അവസാനിക്കുമ്പോൾ ജനിച്ചു ജനിപ്പിച്ചു, ജനിച്ചു ജനിപ്പിച്ചു, തീർന്നില്ല, വീണ്ടും ജനനങ്ങൾ നടക്കുകയാണ്. ജീവിതം തുടരുകയാണ്. ആരും മരിക്കുകയല്ല, ജീവിപ്പിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം പോലും ഈ വംശാവലിയിൽ നാം കാണുകയാണ്. രാവിലെ ഒരു കാലി സഞ്ചിയുമായി ബേഥലേമിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ സഞ്ചി നിറച്ചല്ല, അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അനുഭവത്തിൽ ഏത് വയലിൽ കാലി വെച്ചോ ആ വയലിന്റെ ഉടമസ്ഥാവകാശം ഇന്നലകളിൽ പരദേശിക്കും വിധവയ്ക്കും വേണ്ടി മാത്രം അതിരിൽ നിന്ന് കതിരുകൾ പറക്കിയെങ്കിൽ ഇന്ന് ആർക്കും ധാരാളമായി അളന്നു കൊടുക്കുവാൻ ദൈവം രൂത്തിനെ യോഗ്യതയുള്ളവളാക്കി. അവൾ അമ്മായിമ്മയുമായി പറ്റിച്ചേർന്ന് ബേഥലേമിലേക്ക് എത്തിയത് ഇനി ഒരു വിവാഹം കഴിക്കുവാനല്ല. അവൾ അവിടെ ദൈവത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് വന്നത് ഇനിയും വലിയ ഭാഗ്യകരമായ അവസ്ഥയിൽ തുടരുവാനല്ല. പക്ഷെ ഒന്നും തെറ്റിയില്ല. അവളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ഒരു ദൈവം അവൾക്ക് വേണ്ടി ഉണ്ടെന്ന് രൂത്തിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കും. ദാവീദ് ഇങ്ങനെ പറയുന്നു, എന്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു. രൂത്ത് അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടി. ദാവീദ് അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അവരെല്ലാം ഉപേക്ഷിച്ചു. എങ്കിലും യഹോവ എന്നെ ചേർത്തു. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, എന്നെ വനാന്തരങ്ങളിൽ നിന്ന് വിളിച്ചു, പുൽപ്പുറങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചു, ആടുകളെ നോക്കി നടത്തുന്ന സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചു. എങ്ങോട്ട് വിളിച്ചു? രാജത്വത്തിലേക്ക്, സിംഹാസനത്തിലേക്ക്, അധികാരത്തിലേക്ക്. അത് ബേഥലേമിലെ മാത്രം രാജാവായി ഇരിക്കുവാനല്ല, ഹെബ്രോനിലെ മാത്രം രാജാവായി തുടരുവാനുമല്ല, മുഴുവൻ ഇസ്രായേലിന്റെയും രാജത്വത്തിലേക്ക് ദൈവം ദാവീദിനെ ഉയർത്തി. ഇതാണ് പ്രിയമുള്ളവരെ ദൈവിക പദ്ധതി. ഇതാണ് ദൈവത്തിന്റെ ഫേവർ. മറക്കുന്നവർ മറക്കട്ടെ, തള്ളിക്കളയുന്നവർ തള്ളിക്കളയട്ടെ, തിരസ്കരിക്കുന്നവർ തിരസ്കരിക്കട്ടെ. നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം. ഇത് ദൈവപ്രസാദത്തിന്റെ നാളുകളാണ്. ദൈവത്തിന്റെ ഡിവൈൻ ഫേവറിൽ ജീവിക്കുവാൻ
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.